ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിലേക്ക് ഒരാൾ നിൽക്കുന്നത് എന്തെങ്ങനെ നിൽക്കുന്നേ? ആദർശേട്ടൻ ഇന്നലെ വന്നു കേട്ടോ. ഇന്നലെ വന്നിട്ട് ഞാൻ ഇപ്പം എനിക്കുള്ളൂ. ആദർശേട്ടൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ വിളിച്ചപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചാടിയിട്ട് അപ്പോൾ ആദർശേട്ടൻ അമ്പലത്തിൽ പോയപ്പോൾ ചെരുപ്പ് മറന്നു വെച്ച്. അപ്പോൾ അത് വീണ്ടും എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് 6th മന്തിലെ സ്കാനിങ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇനി പോകണം. 9 മണിക്ക് ആകുമ്പോഴേക്കും പോകണം. അപ്പം ഞാൻ എന്നിട്ട് ഇനി കുളിക്കണം. കുളിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പോയിട്ട് കുളിക്കട്ടെ കേട്ടാ. എന്താണ് ഈ ആമ്പിള്ളേർക്ക് ഈ പോളോനോട് ഇത്ര ഇഷ്ടം എന്നൊക്കെ അറിഞ്ഞൂടാട്ടോ. അർജുനൊന്നും തീരെ വണ്ടി മാറ്റിയത് ഇഷ്ടമായിട്ടില്ല. എന്തിനാ വണ്ടി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതി പറച്ചിലായിരുന്നു കേട്ടോ. മറ്റേ വണ്ടിയായിരുന്നു നല്ലത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ് കേട്ടോ. കാരണം കുറച്ചും കൂടിയും മറ്റേ ആമ്പിള്ളേർക്ക് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള വണ്ടിയാണല്ലോ പോളോ. അപ്പോൾ അതിൻ്റെതായ തോന്നുന്നു. അവനച്ചങ്ങത് എന്തിനാ മാറ്റി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇരുന്ന് പറയായിരുന്നു കേട്ടോ. സത്യം പറയാലോ, പോളോ കൊടുത്ത സമയത്തേക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല വണ്ടി കൊടുക്കണ കാര്യമൊന്നും. അപ്പോൾ പിന്നെ പെട്ടെന്ന് കൊടുത്തൊരു പിക്ക് കണ്ടപ്പോൾ ഞാൻ കുറേ കാര്യമൊക്കെ ചെയ്തു. കാരണം നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടേ നമുക്ക് വണ്ടിയുടെ അടുത്തൊരു അറ്റാച്ച്മെന്റ് വരുമല്ലോ. അപ്പോൾ അതൊന്നും അഡ്ജസ്റ്റ് ആവാൻ പിന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ചേട്ടൻ നമ്മുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ആയിട്ടൊക്കെ. ഞാൻ പോയിട്ട് ചെരുപ്പെടുത്ത് തന്നോ? ഞാൻ പോയിട്ട് അപ്പോഴേക്കും കുളിക്കാം. എന്നിട്ട് അടുക്കള പോന്നു. ഗൈസ്, അപ്പൊ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാന്ന് വിചാരിച്ചു കേട്ടോ. ആദർശട്ട് എന്തായാലും ചെരുപ്പ് അവിടെ മറന്നു വെച്ച്. അപ്പൊ അതെന്തായാലും എടുക്കാൻ പോവാ. അപ്പൊ എന്തായാലും കുളിയും പെട്ടെന്ന് കഴിയും. അപ്പൊ ഞാനും പോവാന്ന് വിചാരിച്ചു. എന്തായാലും തൊഴുത് വരാലോ. നല്ല കാറ്റാ ഗൈസ് ഇവിടെ. അടിപൊളിയാ. വൃശ്ചികമായി കഴിഞ്ഞു വെച്ചാൽ തലയിൽ നിറച്ച് വെള്ളാട്ടാ. കുളി കഴിഞ്ഞിട്ട് ഓടിയതാ. തലയൊന്നും മര്യാദയ്ക്ക് തുറത്താൻ പറ്റിയില്ല. ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും അച്ചി 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 പറഞ്ഞിട്ടിരിക്കല്. എന്താ കോലം നോക്ക്. സ്വാമിക്ക് ഇങ്ങനത്തെ കോലത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പോയി എന്നാ മുടിയൊക്കെ വെട്ടിയിട്ട് വൃത്തിയാവും. കണ്ടോണ്ടി. ഇത് ജസ്റ്റ് ഫോർ ചേഞ്ച്. ഇത് കൂടെ കേറിക്കൊന്നാ നോക്കി കേറിട്ടാ. കുഴപ്പമില്ല. എന്തോ നശിച്ച ചിന്ത ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. കണ്ടാലേ മോഡിഫൈ ചെയ്താൽ ഇഷ്ടപ്പെടും. ഫോളോയാ ഫാമിലി വണ്ടി. ഇപ്പൊ ഫാമിലി വരും എൻജോയ്മെന്റ് ഉള്ള. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു ഓടി എടുക്കണം. അപ്പൊ ഓടി എടുക്കും. ഞാൻ ഓടിയോണ്ട് എടുക്കുന്നു. നമ്മുടെ സുജിമോൻ പണ്ട് ഈ ബസ്സിലാണ് ഞാൻ കോളേജിൽ പോയി ഇടുന്നിട്ട്. ഈ സമയത്ത് കോളേജിക്ക് ഇതേ +1 +2 ഒക്കെ ഈ ബസ്സിലാ പോവാ. സുജിമോൻ എന്ന് പറയുമ്പോ എല്ലാരും കമന്റ് വരുന്നത് തേജുവിന്റെ സുജിമോൻ. മലപ്പുറത്തുള്ളൊരു ചേച്ചിയുടെ കുട്ടി ഉണ്ടല്ലോ, നീല ബസ് കണ്ട അപ്പൊ സുജിമോൻ എന്ന് പറയത്രേ. കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അമ്പലം എത്തിയിട്ടാ. പൂരാവാറായി. അതിന്റെ ഫ്ലക്സോളാണ് ഇരിക്കുന്നത്. എത്ര സെറ്റ് ആവും? എവിടെ ഔഷോ ചെരുപ്പ് കാണും കൂടി ഇല്ല. നട 10 മണിയാകുമ്പോ കിട്ടുമ്പോ അങ്ങനെ ഈ ചേച്ചിക്ക് ആദർശേണ്ണ നല്ല ഓർമ്മയിട്ടിട്ട്. നാളെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ 5 മണി 5:30 ആകുമ്പോഴേക്കും ആദർശേണ്ണ അമ്പലത്തേക്ക് പറഞ്ഞയച്ചു എന്ന്. അപ്പോൾ ആ ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് നാളെ നേരത്തെ വന്ന കുട്ടിയല്ലേ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ നേരെ തൊഴാൻ വേണ്ടി ഇറങ്ങി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്പലമാണ് അയ്യപ്പൻകാവ്. നമ്മൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ എപ്പോഴും വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വൃശ്ചിക മാസം ആകുമ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. നല്ല കാറ്റുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ തൊഴാനും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ രാത്രിയാകുമ്പോൾ ഭജന ഉണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഡെയിലി ഭജനയ്ക്ക് പോകുന്നതായിരുന്നാണ്. ഇപ്പോഴൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പം എൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ആകെ ഭദ്രകാളി പൊലിയായിട്ടുണ്ട്. അപ്പം എന്തായാലും വീട്ടിൽ പോട്ടെ.
മുടി ഉണങ്ങാതെ ബാക്കിലാകെ വെള്ളമായി. ഇനി വീട്ടിൽ പോയിട്ട് ഉണക്കണം. ബാഗൊക്കെ നനഞ്ഞു. ആ ചേച്ചി എന്താ പറഞ്ഞ എന്റെ ഫാനാണോ? പെൺപിള്ളേരെല്ലാരും എന്റെ ഫാൻസായി. ചേച്ചിമാരുടെ ലോഗ് കാണണത് അത് പറയണേ. തള്ളി എന്നിട്ടാവും. ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പൊ സംസാരിച്ച് അതാ പറയുന്നേ. അതിപ്പോ ഞാൻ ടൗണിലൊക്കെ പോകുമ്പോൾ എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. എത്ര പെൺകുട്ടികൾ വരിക. ഓ അയ്യോ സ്വാമിയല്ലേ. അങ്ങനെ തൊഴുത് വീട്ടിലെത്തിയിട്ടാ. ഇനി ചായ കുടിക്കണം, വിശക്കുന്നുണ്ട്. 9 മണിയാകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പം 8 മണി ആയിട്ടുള്ളൂ കേട്ടോ. 1 മണിക്കൂർ സമയമുണ്ട്. അമ്മ അടുത്ത് ഇരുമ്പ് തോന്നുന്നു. അമ്മ നല്ല പൂരിയും പിന്നെ ഇതെന്ത് കറിയാ? ഇഷ്ടക്കറിയും. ഇഷ്ടല്ലേ മോനെ? കസേര ഞാൻ ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ ആദർശനും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പൊ അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് മരുന്നും കുടിക്കാണ്ട് ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പൊ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ചായ ഞാൻ രാവിലെ ആകുമ്പോൾ കുറച്ച് കുടിക്കും കേട്ടോ. ഞങ്ങൾക്ക് എന്തോ ഒരു പോലെയാണ്. ഒരു 3 മാസത്തോളം ഞാൻ ഫുള്ള് ഒഴിവാക്കിയത്. ഇനിയിപ്പോൾ അധികം കുറച്ച് കുടിച്ചോണ്ട് കുഴപ്പമില്ല പറഞ്ഞോണ്ടാട്ടെ ഞാൻ കുടിക്കുന്നത്. കുറെ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ കുടിക്കല്ലേ മോളേന്നൊക്കെ. അങ്ങനെ ആദർശന് ഇഷ്ടപ്പെട്ട ഭൂരിയും ഇതൊക്കെ കൂടി ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ആ കിടക്കുന്ന മുതൽ എൻ്റെ പില്ലോന്റെ മുകളിൽ ഇത് പച്ചം കണ്ടു വെച്ചാൽ നല്ല ചീത്ത കേൾക്കൂട്ടാ. കാരണം ഞാൻ കിടക്കണതല്ലേ. അപ്പൊ സ്വാമിയാകുമ്പോ അങ്ങനെ ഒന്നും കിടക്കാൻ പാടില്ല പറഞ്ഞിട്ട് അച്ഛൻ്റെ നല്ല ചീത്ത കേട്ടായിരുന്നു. പിന്നെ വേഗം എൻ്റെ മുടിയൊക്കെ ഞാൻ ഉണക്കിയിട്ടാ. ഞങ്ങൾക്ക് ഇപ്പം നീരുവെച്ച് വരുന്ന ഉറപ്പാണ്. കാരണം തല തീരെ തോർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദർശയുടെ ഇതൊക്കെ ഇടുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഇത് അമ്മ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുളിച്ച് ഇത് പുറപ്പെടുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ അധികം മാറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി അമ്പലത്തിൽ പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതേ മുടി കെട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ആദർശയുടെ എനിക്ക് ഇളനീര് തലേ ദിവസം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് എനിക്ക് കുടിക്കാൻ പാകത്തിനാക്കി തരികയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ എനിക്ക് കൊടുന്നായിരുന്നു. എന്തൊക്കെയാ കെയറിങ്. ആകെ 2 ദിവസത്തേക്ക് വരിക. ആ സമയത്ത് എന്തൊക്കെ എനിക്ക് ചെയ്തരണ്ടേ എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് വെറുപ്പിക്കലായിട്ട് തോന്നും. അപ്പൊ ഞങ്ങൾ തമ്മിൽ കച്ചറയാവും കേട്ടോ. എപ്പോഴും നല്ല പോലെ ഒന്നല്ല, ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ തല്ലിവിടും. പിന്നെ ഇത് ഞാനത് കുടിച്ചു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തരിപ്പുള്ള ഇളനീരുവെള്ളമായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കുറെ കുടിച്ച്. ഞങ്ങൾ പോവാൻ ഇറങ്ങാൻ. അങ്ങനെ ഇതേ അമ്മ വാതിലൊക്കെ പൂട്ടി. പിന്നെ ഇതേ വെള്ളം കുപ്പി, ഫ്രൂട്ട്സ് അതൊക്കെ ഈ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്കൂൾ വണ്ടി പോകേണ്ട. ഈ ഒരു സ്കൂൾ വണ്ടിയിലായിരുന്നു കേട്ടോ ഞാൻ പോകേണ്ടത്. അന്ന് ഈ വണ്ടിയല്ല, ഇതേ സമയത്ത് വേറൊരു വണ്ടി ഔട്ട് ഉണ്ടാവുക. അങ്ങനെ ആദർശയുടെ ഇത് കാറൊക്കെ സെറ്റാക്കിയിടാൻ പോവാൻ കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും നടന്നങ്ങോട്ട് പോവാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു തണവും ഉണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ആദർശനും കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിട്ടാവും. പെട്ടെന്ന് എത്തുട്ടോ. 10 മണിയാകുമ്പോൾ ഡോക്ടർ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ടോക്കൺ എടുത്തിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ വോട്ടിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഫുള്ള് ഇങ്ങനത്തെ ഫ്ലക്സും പിന്നെ ഇതുപോലത്തെ കൊടികളും ഒക്കെ ആയിട്ട് നിറച്ച് റോട്ടിൽ. അങ്ങനെ ഇതേ നമുക്ക് ഇനി ആയത്തിൽ പോയാലും കുഴപ്പമില്ല കേട്ടോ. 10:30 ആകുമ്പോഴാണ് ഡോക്ടർ എത്തുക. പക്ഷെ നമ്മൾ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ പോകണമെന്ന് മാത്രം. കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആവുന്നില്ല കേട്ടോ. അവിടെ പിന്നെ നമുക്ക് കുറേ അറിയണ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടോ. കുറേ പേര് വന്ന് സംസാരിക്കും. കുറേ പേർക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി. ഇവിടെ 2022 തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേജപ്പൻ അഡ്മിറ്റ് ആയിട്ട്. നമുക്ക് ഓൾറെഡി അറിയണ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. തേജപ്പൻ ഒരാഴ്ചയാണോ ഒരു 5-6 ദിവസം ഇവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ട് നിന്നേണ്ടതാണ്. അത് കാരണം ഹോസ്പിറ്റലിനെ പറ്റി നമുക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ ഇതേ അമ്മയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങി ആദർശയുടെ വണ്ടിയൊക്കെ സൈഡാക്കാൻ പോയി. പിന്നെ നമ്മൾ എന്തായാലും ആദർശയുടെ വന്നിട്ട് റിസപ്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും പതുക്കെ നടന്നിട്ട് ആ വെയിലത്തൊന്നും അവിടെ കയറിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആദർശയുടെ പോയിട്ട് ഇതേ റിസപ്ഷനിൽ പോയിട്ട് ബില്ലൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ വെയിറ്റും അതുപോലെ തന്നെ പ്രഷറും ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ. വെയിറ്റ് ഞാൻ എന്തായാലും സെഞ്ചുറി അടിച്ച് ഞങ്ങളുടെ അടുത്ത് എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ സെഞ്ചുറി അടിക്കും എന്നൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ തടി കുറയ്ക്കാം നമുക്ക്. ഇത് കഴിഞ്ഞ് വെച്ചാൽ തടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കാമല്ലോ. അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും അധികം ടെൻഷനൊന്നുമില്ല കേട്ടോ. പിന്നെ ഡെലിവറി കഴിഞ്ഞ് വെച്ചാൽ തടി കുറയുമല്ലോ. ഡോക്ടർ വരാൻ ഏതാണ്ട് 10:30 ആവും. സമയം 10 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 45 മിനിറ്റ് എന്തായാലും പോസ്റ്റ് ആവും. അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ കേട്ടോ.
ഇവിടെ വന്നിട്ട് ഡോക്ടറിനെ കണ്ടു പോയിച്ചെങ്കിൽ എന്തൊരു സമാധാനം എന്നറിയോ, ഭയങ്കര പോസിറ്റിവിറ്റി ആട്ടോ. എനിക്ക് അറിഞ്ഞൂടാ ഇവർ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ടും എത്രയോ പേഷ്യൻസിനെയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ എല്ലാവരുടെ അടുത്തും ഈ ചിരിച്ച മുഖത്തോടെയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കമ്പനിയായിട്ടും നമ്മളെ ഒരു ചേച്ചിയുടെ പോലൊരു ഫീലാണ്ടോ എനിക്ക് തോന്നാറ്. ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ടു, അതിൽ വേറൊരു കാര്യമാണല്ലോ എന്നൊക്കെ. കാരണം ഞാൻ ഓൾറെഡി അധികം സംസാരിക്കില്ല, എനിക്ക് എന്താ പറയുക, ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് അത്രയും കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ കൂടുതൽ സംസാരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് യൂട്യൂബിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കംഫർട്ടായ ആൾക്കാരുടെ ഒപ്പം നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കും. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാച്ചെങ്കിലും ഞാനിതേ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കൊടുക്കുക. അപ്പോൾ എൻ്റേതായിട്ടൊരു കംഫർട്ടുള്ളതുകൊണ്ട് ഞാൻ നന്നായി സംസാരിക്കുന്നുണ്ട്. പിന്നെ ആദർശമായിട്ട് അവിടെ കുട്ടികളുടെ അടുത്തൊക്കെ നന്നായി സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇതേ ഡോക്ടർ വന്ന സമയത്ത് കറക്റ്റ് സമയത്ത് എനിക്ക് ഒന്നിന് പോകാൻ തോന്നി. അങ്ങനെ പോയിട്ട് വേഗം യൂറിനൊക്കെ പാസ് ചെയ്ത് വന്നു. പിന്നെ ഇപ്പോൾ വേഗം പോകുന്നുണ്ട്, കാരണം ഈ ഡോക്ടർ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ നമ്മൾ ഡോക്ടറിനെ കണ്ടു, ഉണ്ണി ഓക്കെയാണ്. പിന്നെ ഞാൻ സ്കാനിങ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് എല്ലാ മാസവും ചെക്കപ്പ് ഉണ്ടാവുമല്ലോ, ആ ചെക്കപ്പ് ചെയ്യണ സമയത്ത് എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കില്ല. 3-ാം മാസം 5 അതുപോലെ തന്നെ 7, 9 എല്ലാവർക്കും സ്കാനിങ് ഉണ്ടാവുക. പക്ഷേ ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചുകൂടാ, അപ്പോൾ അവർ പറയണേ എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുക്കില്ല. പക്ഷേ നമ്മുടെ ഡോക്ടറുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സ്കാൻ ചെയ്യേണ്ട സംഭവമുണ്ട്. നമ്മളെങ്ങനെയാണോ നമ്മുടെ 3-ാം മാസത്തിലൊക്കെ സ്കാൻ ചെയ്യുക അതേപോലത്തെ ഉള്ള സംഭവം തന്നെയാണ്. അതുകൊണ്ടാട്ടോ ഞാൻ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എപ്പോൾ പോയാലും ഡോക്ടർ ഉണ്ണിനെ കാണിച്ചു തരും, ഉണ്ണിയുടെ വെയിറ്റ് എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്കാനിങ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടറിനൊക്കെ കണ്ടിട്ട് നമ്മളിത് ഹാപ്പി ആയിട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ ആദർശനം തണലുള്ളടത്ത് തന്നെ പോയിട്ട് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അധികം ചൂടോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചൂടെടുത്തിട്ടാകെ അങ്ങനെ ഒരുമാതിരിയാവും. അങ്ങനെ നമ്മൾ കയറിങ്ങി വീട്ടിൽ പോകണം. വീട്ടിൽ പോകണേക്കാൾ മുന്നേ ആദർശേട്ടന് നമുക്ക് വടക്കാഞ്ചേരിക്കോ അവിടേക്കൊക്കെ പോകണം എന്ന് പറഞ്ഞിരുന്നു, ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മ അച്ഛൻ ഒരുപാട് ഫ്രൂട്ട്സ് പിന്നെ ഇളനീര് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് നമ്മുടെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ അത് എടുത്ത് തരാൻ കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറയാ വെച്ചാൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അമ്മ ഓരോന്ന് എടുത്ത് തരുമ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് കഴിച്ചിട്ട് ഞാനും മാതൃശേനും അമ്മയൊക്കെ കൂടിയിട്ട് ഇളനീരിൻ്റെ സംഭവമൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഇളനീരൊക്കെ കഴിച്ച് വായയിലൊന്നൊരു ടേസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും അമ്മ അടുത്ത് ഓറഞ്ച് എടുത്ത് പൊളിച്ചു. എന്നിട്ട് കഴിക്കി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം എനിക്ക് ഓറഞ്ച് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചുവിട്ടത്. ഞങ്ങൾ നേരെ വടക്കാഞ്ചേരിക്ക് പോവാട്ടാ. മദർശേന്റെ മലയ്ക്ക് പോകുമ്പോ കൊണ്ടുപോകേണ്ട എന്നിട്ട് പുതപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്, വിരി തോർത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മൾ കേച്ചേരിന്ന് നേരെ അരിമ്പടത്തുനിന്ന് പുതുർത്തിക്ക് കെട്ടിയാൽ നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ട് മുന്നേ ഈ കടയിൽ നിന്നൊക്കെ ഞാൻ ഡ്രസ്സുകളൊക്കെ എടുത്തിരുന്നു. പിന്നെ പൂജാ സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടാതെ അങ്ങനെ നോക്കി നടക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ മുന്നൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് കറക്റ്റ് അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ പോണ വഴിക്ക് നോക്കിയപ്പോൾ തന്നെ കണ്ടപ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്തി നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ആദർശേട്ടന് വാങ്ങിക്കാനുള്ളത് പുതപ്പും പിന്നെ തോർത്തുമുണ്ട്, അത് മാത്രം കേട്ടോ. പിന്നത്തെ സാധനങ്ങളൊക്കെ വിനീഷേട്ടനെ അവരെ കൂടി ഒരുമിച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുതപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ ആദ്യം പോയിട്ട് ഞാനും അമ്മയും കാറിൽ ഇരിക്കുക ചെയ്തേ. അപ്പോൾ വേഗം വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക ചെയ്തേട്ടോ. അങ്ങനെ ആദർശേട്ടൻ എത്ര നോക്കിയിട്ടും ഏതെടുക്കണ്ടേന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. ആദർശേട്ടൻ അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് അതേ വിരി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ വേഗം വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ കാറിൽ തന്നെ ഇരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട് തോന്നുന്നു. പിന്നെ ആദർശേട്ടൻ എന്ത് വാങ്ങിക്കുമ്പോഴുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. കുറേ വട്ടം നോക്കിയിട്ടൊക്കെ ആയിട്ട് വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഓരോന്നും എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ പുതപ്പ് ആദ്യം എടുത്തോണ്ടോ, നമുക്ക് മലയ്ക്ക് പോകുമ്പോൾ അങ്ങനത്തെ പുതപ്പല്ല യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു അമ്മ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും ആദർശേട്ടനും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എന്താണെന്ന് അറിയില്ല, ചെറിയൊരു ക്ഷീണം. അങ്ങനെ അമ്മയും ആദർശേട്ടനും പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു കേട്ടോ. പുതപ്പും പിന്നെ തോർത്തുമുണ്ടൊക്കെ വാങ്ങിച്ച് വന്നു. പിന്നെ വടക്കാഞ്ചേരി വരെ വന്നതല്ലേ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും ആദർശേട്ടനും കൂടിയിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാണ്ട്. പിന്നെ ആദർശേട്ടൻ വേറെ എന്തോ സാധനം കൂടി വാങ്ങിക്കാണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് എന്തായാലും പച്ചക്കറി പിന്നെ പലചരക്ക് സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ കോടതിയുടെ തൊട്ട് സൈഡിലുള്ള ഒരു കടയൊക്കെ ആട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ മലയ്ക്ക് പോകുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പത്തിരിപ്പൊടി, പുട്ടുപൊടി, ഗ്രീൻ ബീൻസ്, കടല, മറ്റേ വൻപയർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏറെക്കുറെ സംഭവങ്ങളൊക്കെ അമ്മ
ആലോചിച്ച് ഓർത്ത് വാങ്ങിച്ച് എടുക്കാറുണ്ടോ. പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള ഈ വെട്ട് കേക്ക് എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്, കണ്ടാൽ എപ്പോഴും വാങ്ങിക്കും. അങ്ങനെ എല്ലാ സംഭവവും ബില്ലൊക്കെ നമ്മൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും ആദർശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ഇതേ പൈസയൊക്കെ കൊടുത്തു. ആദർശേട്ടൻ എന്തൊക്കെയോ ആദർശേട്ടൻ വേറെ ഒരു സാധനം കൂടി വാങ്ങിക്കാണ്ട് പറഞ്ഞാണ്ട് പോയേക്കായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നു. അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാറുണ്ടോ. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഓടി വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചു കേട്ടോ. സബ്സ്ക്രൈബറാണ്, വീഡിയോസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് നടക്കുകയാണ്. അത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ഒരു കയറ്റം കയറാണ്ട്. അപ്പോൾ ഈ ഒന്നാമത് ഈ വെയിൽ കൊണ്ടേക്ക് കയറ്റമൊക്കെ കയറുമ്പോൾ എന്തോ ഒരു മടി പോലെയായിട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വിശക്കണമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ഇവിടുന്ന് വെറുതെ വിശക്കാതെ കഴിച്ചിട്ട് വലിയ കാര്യം കിട്ടും. ക്ഷീണിച്ചു ആ ഹെൽത്ത് കിടന്നിട്ട്. I don't like it. മലയ്ക്ക് പോയി വന്നിട്ട് കഴിക്കില്ലേ? ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ഇനി കുറച്ച് തേങ്ങയൊക്കെ വെട്ടാണ്ട് ഇവർക്ക് മലയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സംഭവമൊക്കെ ഉണ്ടല്ലോ. തേങ്ങയൊക്കെ വെട്ടാണ്ട് ഈ കുറച്ച് പണിയുണ്ട്. ഒക്കെ വേഗം ഇതാക്കിയിട്ട് വേണം ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം സെറ്റാക്കട്ടെ. എനിക്ക് അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ സൈഡായി ഭയങ്കര ക്ഷീണം. അപ്പോൾ ആദർശേടയ്ക്ക് കസാരയൊക്കെ കൊടുന്നിട്ടെന്നു കേട്ടോ. കാരണം ആദർശേട ഇവിടെ നിന്നിട്ടാണ് നാളികേരൊക്കെ പൊളിക്കണേ. അപ്പോൾ ആദർശേട വരുമ്പോൾ കുറച്ച് ഇളനീരും പിന്നെ കുറച്ച് തേങ്ങയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലും ഇങ്ങനെ മലയ്ക്ക് പോകുമ്പോൾ എറിയാൻ പറ്റിയ തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറിയ തേങ്ങയോളാം. അപ്പോൾ അതും അമ്മ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാതും അതിന് മുന്നേക്ക് 2-3 ഇളനീര് വെട്ടി തന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇരുന്ന് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കൊണ്ടുപോകേണ്ട തേങ്ങ പൊളിക്കാണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ആദർശേട്ടനും അമ്മയും കൂടിയിട്ടാണ് പൊളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള കരിക്കായിരുന്നു കേട്ടോ. ഭയങ്കര തരിപ്പൊക്കെ ആയിട്ട് ഭയങ്കര കുടിക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ തിരിഞ്ഞ് കുടിക്കുക. പിന്നെ ഇത് ഉണങ്ങിയ തേങ്ങ, നമ്മുടെ വീട്ടിലത്തെ തേങ്ങ ഉണ്ടല്ലോ, അത് ഉണങ്ങിയതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊളിക്കാൻ എളുപ്പമാണുണ്ട്. പക്ഷേ ആദർശേടൻ കൊടുന്ന തേങ്ങ പൊളിക്കാൻ കുറച്ച് പാടായിരുന്നു. അങ്ങനെ ഇതൊക്കെ വേഗം പൊളിച്ചു. പിന്നെ കുറച്ചൊക്കെ ആദർശേടൻ പൊളിച്ചു, പിന്നെയൊക്കെ അമ്മ പൊളിച്ചു കേട്ടോ. അമ്മത്തെ ഇപ്പം മുളക് വറുത്തിട്ടുണ്ട്, മുരിങ്ങലക്കറി, ആദർശേട്ടന് മോര്, ചോറ്, പപ്പടം, ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കട്ടെ. ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണം. ആ വെയിലത്തൊക്കെ നടുകൂട്ടുമ്പോൾ ഏറ്റവും ഒക്കെ ഇറങ്ങി വടക്കാഞ്ചേരി പോയിട്ടേ കുറച്ചൊക്കെ നടന്ന് വെയിലും കൊണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണം. ഒന്ന് കിടന്നാൽ മതി എന്നായി. അപ്പോൾ അവിടെ നാളികേരം വിളിക്കായിരുന്നു. അപ്പോൾ ഇത്ര നേരം അവിടെ പോയിരുന്നു. എനിക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എങ്കിലും കിടക്കണം എന്നുണ്ടെന്ന്. കിടന്നപ്പോൾ ഉറങ്ങി പോട്ടെ. ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് കുറച്ച് പണിയോടുണ്ട്. അമ്മ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എനിക്ക് അച്ഛണ്ടായിക്കോളൂ കസാരയിൽ ഇങ്ങനെ ചാരി ഇരിക്കണം. എനിക്കിത് ഇങ്ങനെ വന്നിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ എന്തോ ഒരു തടസ്സം. ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. ഇങ്ങനെ ഇരിക്കാച്ചെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഇരിക്കാച്ചെങ്കിൽ വയറ് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. ഞങ്ങളുടെ കൂടി ചേച്ചിയുടെ കൂടി സൂര്യയുടെ പ്രസവത്തിന് 50 വയസ്സിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അത്ര നല്ലൊരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ഒരു മോളെ പോലെ തോന്നില്ല. അപ്പം അമ്മ ഡോക്ടറിനെ പറ്റിയിട്ടാണ് പറയണത്. അമ്മയ്ക്ക് ഡോക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഫുഡ് ഇങ്ങനെ ഇരുന്നാലേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കസാരയിലായോണ്ടാട്ടോ. വേറെ കസാരയിൽ ചേച്ചിയുടെ വിട്ടത്താലും എനിക്ക് വലിയ സീനില്ല. ഇത് കുറച്ച് ബാക്കോട്ട് ചാഞ്ഞോണ്ടോ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ ഇതാ കിടക്കുന്നത് വീണ്ടും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ കണ്ടു വെച്ചാൽ അച്ഛൻ്റെ നല്ല ചീത്ത കേൾക്കൂട്ടോ. അറിയോ, അതായത് ഇപ്പൊ ഇങ്ങനെ കിടക്കാനേ കോഴിക്കോടൊക്കെ പോയി ഞാൻ കിടന്ന് കിടത്താൻ ശരിയാവില്ല. എനിക്ക് സെറ്റാ ഇങ്ങോട്ട് വെച്ചാല് അങ്ങനെ കുറച്ച് നേരം പോയിട്ട് ഞാൻ കിടന്നുറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ പെട്ടെന്നായിരുന്നു ഷടപടയെന്നായിരുന്നു കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നുണ്ടായിരുന്നേ. നമുക്ക് കൊണ്ടുപോകേണ്ട ഡ്രസ്സ്, പിന്നെ ആദർശേൻ്റെ ഡ്രസ്സ്, അമ്മ കുറേ മുണ്ടോളൊക്കെ കഴിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തോ ഉണങ്ങാനും അതൊക്കെ എടുത്ത് ഇടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം പെട്ടെന്ന് ചേരം വഴുകിട്ടാ. പൊന്നൂസ് അവിടെ എത്തി. അപ്പോൾ ചേച്ചിയെല്ലാം പോയി കൂട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അവളുടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും.
പിന്നെ ആദർശനെ കൊണ്ടുപോകേണ്ടതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി. അപ്പൊ ഇനി വേഗം ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കവറിലാക്കിയതേ നമ്മൾ ഉമ്മറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അമ്മയും ആദർശാണ്ടും കൂടിയിട്ട് അങ്ങനെ വണ്ടിക്ക് കയറ്റി വെച്ചോളും. പിന്നെ നമ്മുടെ ഡ്രസ്സ്, പിന്നെ എൻ്റെ മരുന്ന്, പിന്നെ ആദർശാൻ്റെ കവറ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പില്ലോ ഞാൻ എടുത്തു കേട്ടോ, കാരണം എനിക്ക് അവിടെ പോയാൽ ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു. അത് നമ്മൾ കാറിൽ എടുത്തിടലേ വേണ്ടു, പിന്നെ തിരിച്ച് വരുമ്പോൾ കൊണ്ടുവരാമല്ലോ വിചാരിച്ചിട്ട് ഇതൊക്കെ ഞാൻ കയ്യിൽ വെച്ചു കേട്ടോ, അതിൻ്റെ ഒരു സേഫ്റ്റിക്ക്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് 4:30 ശുചിമോളിൽ നമ്മുടെ താരക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, ഇത്താര. അപ്പോൾ ആദർശയുടെ വേഗം പോയിട്ട് അതിനെടുത്തു. അവളെ ചെങ്ങ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ വരാറില്ല. അപ്പോൾ അതിൻ്റെ പരിചയക്കേടൊന്നുമില്ല, എന്നാലും മൂപ്പത്തിക്ക് എന്നെ കാണുമ്പോൾ ഒരു അന്തം വിട്ടൊരു നോട്ടാട്ടെ നോക്കുന്നത്. അങ്ങനെ കുറച്ചേരം ഇവളെ കളിപ്പിച്ച് നിന്നുട്ടാ. ഞങ്ങളങ്ങനെ കയറിയിടങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. കുറച്ച് നേരം അവിടെ ലേഖായിട്ടാ, കാരണം വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മയോട് സംസാരിച്ചിട്ടും അവിടെ നിത്താരക്കുട്ടി ഉണ്ടായിരുന്നു, അതിനൊക്കെ എടുത്തിട്ട് കുറച്ച് ലേഖായി. അവിടെ പൊന്നൂസ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അവരെ കൂട്ടാൻ പോയിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെയാണ് തേജപ്പന്റെ വണ്ടിയും വരണേ. അപ്പൊ ആകെ ക്ലാഷ് ആയിട്ട് നിൽക്കണേ. പിന്നെ രണ്ടുപേരെ ഇനിയിപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ കറുകപ്പുത്തൂർ എത്തിയപ്പോ ആദർശടൻ തേജപ്പൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വണ്ടി സൈഡാക്കിയിട്ട് കടയ്ക്ക് പോയിക്കാട്ടോ. അപ്പൊ ഞാനും അമ്മയും കാറിലിരുന്നു കേട്ടോ. അമ്മ അച്ഛൻ മാക്സി ഇട്ടേക്കുന്നേ. അമ്മയ്ക്ക് നേരം വൈകിട്ട് പിന്നെ വേഗം ഓടി കയറിയിട്ടാണ് പോകുന്നതാട്ടോ. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീടിന്റെ അവിടേക്ക് കുളത്തിന്റെ അവിടേക്ക് എത്തിയിട്ടോ. അപ്പൊ ഈ ഒരു കുളത്തേക്കാണ് ഇവര് വൈകിട്ടൊക്കെ കുളിക്കാനൊക്കെ വരാറ്. നല്ല രസമാണോ, നല്ല വൈബാണ് ഇവിടെ. പിന്നെ അമ്മ മാക്സി ഇട്ടേ കാരണം അമ്മയ്ക്ക് ഗേറ്റ് തുറക്കാൻ മടി. എന്നോടൊന്ന് തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുറക്കാറിയുമ്പോഴേക്കും നമ്മുടെ പൊന്നൂസ് ഇതേ ഓടി വന്ന് തുറക്കുന്നിട്ടാ. പൊന്നൂസ് അപ്പോൾ കുറച്ച് നേരം മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം പൊന്നൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. ഇവനാച്ചെങ്കിൽ അവൻ്റെ ഫോണിക്ക് വിളിച്ചാൽ കിട്ടുകയില്ല. അങ്ങനെ ഏത് ബസ് സ്റ്റോപ്പിലാണ് നിൽക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളെ ഫുള്ള് തപ്പിയിട്ട് എങ്ങനെയൊക്കെ അവനെ കൂട്ടി പോന്നു. ചെക്കനാ കണ്ടാ മനസ്സിലാവണിക്കാന്ന് ഡോക്ടർ. പോയി വന്നു കഴിഞ്ഞാൽ കോലം കണ്ടോട്ടെ, നല്ല കുറ്റിയാക്കിക്കോന്ന്. അപ്പൊ ഈ ഒരു സമയത്തേക്ക് ഭംഗിയുള്ള മുടിയാണ്. അതല്ലേ കാറ് ഡോറ് ഇറക്കാൻ ഞാൻ ഇറക്കിയേ. അമ്മയ്ക്ക് മടി അവിടെ ചേച്ചി നിൽക്കുന്നുണ്ട് ഇത്ര. ചോദിക്കും പൊന്നൂസേട്ടന് ലൈനുണ്ടോ, പൊന്നൂസേട്ടന് ലൈനുണ്ടോ കമന്റ് വരും. അതിലൊന്നൊരു കുഴപ്പമില്ല, ബാക്കിയുള്ള വീട്ടിൽ കയറില്ല, മറ്റേ കയറില്ല. അപ്പൊ ഞാൻ വെയിലുള്ള അവിടെ പോയിരുന്നു. അപ്പൊ 2 പ്രായമായ ആൾക്കാർ എണീപ്പിട്ട് പിന്നെ എന്താ മറ്റേ ദുൽഖർ സൽമാൻ ഒരു ബാഗ് ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന്. അപ്പൊ അവൻ പറഞ്ഞ് ഇവ ഇങ്ങനെ ചോദിച്ചു കൊറേ നേരം മണ്ണ് വർത്താനം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എവിടെയാ എന്താ ഏതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അവരെ വീടിന്റെ അടുത്ത ഞാനേ എവിടെ ഇറങ്ങണ്ട ഇറങ്ങിക്കോന്ന്. ഫുള്ള് പിള്ളേർ. ഞാൻ പെട്ടെന്ന് 2 വട്ടം വിളിച്ചു. വന്നോളൂ, കുളപ്പിക്കുണ്ടോ ചോക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോരാ. ഇതോണ്ടൊക്കെ പോയേക്കുള്ളൂ. അല്ലേ ചോദിച്ചോക്ക് ഉണ്ടെങ്കിൽ വിളിച്ചോ. പാലവിടെ വന്നിട്ട് കാര്യമില്ല, വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, പുറത്തു എടുക്കാം. പിന്നെ പൊന്നൂസും ചോദിക്കുന്നുണ്ട് എന്തിനാ അപ്പോട്ടാ പോളോ കൊടുത്തത്, നല്ല വണ്ടിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ആദർശമായിട്ട് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ, നല്ല വണ്ടിയാണ്, അങ്ങനെയാണ്, മൈലേജ് കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. എന്നാലും നല്ല വണ്ടിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ഇതേ ചായ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഇവർക്ക് കുളിക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോകാന്ന് പറഞ്ഞത് ആൾക്കാർ ഇതാ വീണ്ടും കയറി വരുന്നു. ആദർശയുടെ അവർ 2 പേരും കൂടി അവിടെ വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വന്ന് അപ്പം അമ്മ പറയുന്നുണ്ട് കുളിച്ചിട്ട് അപ്പം എന്തെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള രാവിലെ ഉപ്മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാത്രത്തോടൊക്കെ എടുത്തു എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ. ഉപ്മാവ് ചില സമയത്ത് മാത്രമേ ഇഷ്ടമുള്ളൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ആദർശടം കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഞാനിത് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇരുന്നിട്ട് ഞാനിത് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് എരിവൊക്കെ ആയിട്ട് നല്ലൊരു ഉപ്മാവായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം കഴിച്ചു കേട്ടോ. പിന്നെ ഇത് ചേച്ചി അടിച്ചോരുണ്ടെങ്കിൽ കുളിച്ച് വിളക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ നേരെ കുളിച്ച് വിളക്കൊക്കെയാണ്. അപ്പോഴേക്കും അവർ കുളിക്കാൻ പോയിട്ടോ. അപ്പോൾ അവർ കുളിച്ച് വരുമ്പോൾ
ആകുമ്പോഴേക്കും വിളക്ക് കത്തിക്കണമല്ലോ. അങ്ങനെ ഇവിടെ വിളക്ക് വയ്ക്കണം നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട്. പിന്നെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ പാട്ട് വെച്ചിട്ട് വൈകുന്നേരത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ഇപ്പം എൻ്റെ വീട്ടിലായാലും ചെറുപ്പം തൊട്ടേ അച്ഛൻ അങ്ങനെ ഉണ്ട്, രാവിലെയും വൈകിട്ടാകുമ്പോൾ നല്ല ഉറക്ക പാട്ടൊക്കെ വയ്ക്കും, ഭക്തിഗാനങ്ങൾ വെച്ചിട്ട് പോലെ വിളക്കൊക്കെ വെച്ചിട്ട്. അത് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ അവൾ ഈ കുന്തിരിക്കം എന്നല്ലേ ഇതിന് പറയുക, കറക്റ്റ് പേര് ഓർമ്മയില്ല കേട്ടോ, ആ സംഭവമൊക്കെ വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയും ഒരു പ്രത്യേക തരം സ്മെല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് പറഞ്ഞിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോവാൻ കേട്ടോ. അപ്പോഴും ആദർശേട്ടനൊന്നും വന്നിട്ടില്ല. അവിടെ തേജപ്പം ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയേക്കുക. അപ്പോൾ ആദർശേട്ടൻ കുളിക്കാൻ പോകുമ്പോൾ തേജുവിനും കൂട്ടിയിട്ടാണ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇപ്പം എനിക്ക് തോന്നി ഇന്നത്തെ ആദർശേട്ടൻ കൂട്ടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോൾ ഇതാ ഓടി വരുന്നു. എന്താ കാറാ, നീ വെള്ളത്തിലിറങ്ങിയാ? എവിടെ? പിന്നെ ഇത് കാറിന്ന് കുറച്ചുകൂടി സാധനങ്ങൾ എടുത്തു വെക്കാണ്ടായിരുന്നു. ഇപ്പോൾ പൊന്നൂസും ആദർശേനെ കൂടി എടുത്തു വെക്കാനുണ്ടോ. ചേച്ചി അപ്പോഴേക്കും ഇത് കടയിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ നാളികേരം അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളായിട്ട് ഇറക്കാനുള്ളത്. ബാക്കി നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല സഞ്ചി വാങ്ങാൻ വേറെ സഞ്ചിയിലാക്കട്ടെ. ആ കാര്യം ശരിയാക്കണ്ട, ചെരിപ്പിട്. ഫ്രണ്ട് വിൻഷേട്ടന്റെ വിൻഷേട്ടൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ ഞാൻ സൂര്യ വിൻഷേട്ട് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാല് അപ്പുറത്തെ ടൗസിനൊക്കെ അപ്പുറത്ത് പോയേ. അങ്ങനെ ആദർശേട്ടനും പൊന്നൂസും കൂടിയിട്ട് പുറത്തേക്ക് പോയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ചേച്ചിയായിട്ട് കത്തിയടിച്ചിരിക്കുകയാണ്, ഓരോന്ന് പറഞ്ഞ് ബ്ലാ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഞാനും ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഒന്ന് കുളിച്ചപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായിട്ടോ. 2-3 പെൺകുട്ടികൾ വന്നിട്ട് ഞാൻ വേഗം മുടി ഒറ്റ കുത്തം പിടിച്ച് വേറെ രക്ഷയില്ല. അത് എന്താ ഇങ്ങനെ ഭയങ്കര ഇതായി പോയി. ഇത് മിഷൻ അതാ മര്യാദക്ക് പറഞ്ഞതാണ് മുടി വെട്ടാൻ. ഞാനും പറഞ്ഞതാ അന്ന് നല്ല കുറ്റിയാക്കി വെട്ടിങ്ങ, ഇപ്പൊ കുറച്ച് വൃത്തിയിൽ കിടന്നിരുന്നാ മുടി. ഞാൻ വീട്ടിൽ നിന്ന് 5:30 എണീക്കും, 6 മണിക്ക് കുളിക്കും. അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് എല്ലാരും. രാവിലെ ഭക്ഷണം കഴിക്കാം. എന്താ പറയണ എല്ലാരും ആദർശേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന്. ഇനി അങ്ങോട്ട് ആദർശേട്ടൻ ഒറ്റയ്ക്ക് എല്ലാ വീട്ടിലെ കാര്യങ്ങളും രാവിലെ എനിക്കൊരു വെച്ചുണ്ടാക്കല് കഴുകലൊക്കെ ചെയ്യണം എന്നാണ് എല്ലാരും പറയണത്. എല്ലാരും അഭിപ്രായം ഇതാ. ഞാൻ ഇവിടെ സൂര്യന് രണ്ടാമത്തെ കുട്ടിയായിട്ട് ഇവിടെ നിന്നോളാം. എന്തോ ഭാഗ്യത്തിൽ അച്ഛൻ 2 ദിവസമാണ് ഇതിന് അച്ഛൻ 1 ലക്ഷം എണ്ണ വരപ്പിച്ചാല്. ഞാൻ ഇവിടുത്തെ പോലെ രാവിലെ 2 വട്ടം അച്ഛൻ വന്ന് വിളിച്ച് 4:30 വിളിക്കും, വൈകിട്ടും വിളിക്കും. 5:30 ഇറങ്ങുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണം, പോയി കിടക്കണം. ഇന്നത് അച്ഛൻ വിളിക്കാൻ വന്നിട്ടില്ല. ഇന്നലെ പറഞ്ഞാണ് ഞാൻ എനിക്ക് അച്ഛൻ. അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്താനൊക്കെ പറഞ്ഞിരിക്കാനുണ്ട്. അപ്പോൾ തേജപ്പനും പൊന്നൂസും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് എന്തോ വരയ്ക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി വിനീഷേട്ടൻ വന്നിട്ടില്ലേ, കുറച്ച് ആകുമ്പോഴേക്കും വിനീഷേട്ടൻ വരും കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ഇതേ കാറിന്നും ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും വെക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ചേട്ടൻ വന്നിട്ട് അങ്ങനെ ചേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ രാത്രി ആയതുകൊണ്ട് പിന്നെ അമ്പലക്കുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടൻ രാത്രി കുറച്ച് ലേറ്റില്ല, ഒരു 8 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ പിന്നെ ഇവരെന്തോ സാധനങ്ങൾ വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാൻ കേട്ടോ. വടക്കാഞ്ചേരി പോയിട്ട് വിജയവാങ്ങിയതാണ്.
പിന്നെ ആദർശേട്ടൻ എന്നിട്ട് 3 പേരുടെയും ഹൈറ്റ് നോക്കാൻ കേട്ടോ. അപ്പോൾ വിനീഷേട്ടൻ തന്നെയാണ് 3 പേരിലും വെച്ച് ഹൈറ്റ് ഇട്ടാ. പിന്നെ നമ്മുടെ തേജപ്പൻ വന്നിട്ടുണ്ട്. അപ്പോൾ തേജപ്പനെ വെറുതെ പോയി ചൊറിയുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു തുടങ്ങിയിട്ട് ഫുഡ് കഴിക്കാറായി, ഭക്ഷണം കഴിക്കുന്നൊക്കെ. അപ്പോൾ കുറച്ച് ശേഷം വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇതാ പിന്നെ വെറുതെ ഇങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് നിൽക്കും. പിന്നെ ചേച്ചി ചപ്പാത്തിയും പിന്നെ സോയാബീൻ്റെ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ഒരു കഴിക്കാൻ തോന്നിയപ്പോൾ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ വിനീഷേട്ടനും പൊന്നൂസും ആദർശേട്ടനും കൂടിയിട്ട് ആദ്യം ഇരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ അത് ഉപ്പിൻ്റെ ഒരു പെട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് എന്തോ പറഞ്ഞ് പൊന്നൂസിനെ കളിയാക്കാണ്. പിന്നെ ഇതാ തേജപ്പന് ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചു വന്നായിരുന്നു കേട്ടോ. പിന്നെ ഇതേ അമ്മ പൂവൊക്കെ നന്നാക്കേണ്ട കെട്ടുനിറക്കി വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് രാത്രി ആകുമ്പോൾ ഞാൻ വേമ്പോട്ട് കിടന്നു കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് കുടിക്കേണ്ട പാല് കൊടുന്നേരിയാണ്. അപ്പോൾ എൻ്റെ വയറ് ഫുള്ളായിട്ട് ഇരിക്കണേ, ഞാൻ കുറച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് തിരിച്ച് കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.